ഹലോ ഫ്രണ്ട്സ്, ഒരുപാട് ആയുർവേദ ഗുണങ്ങളുള്ള ഒരു സസ്യം പരിചയപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഇതാണ് കരിനൊച്ചി. വളരെയധികം ഔഷധ ഗുണമുള്ള ഈ വൃക്ഷത്തിൻ്റെ ഇല, പൂവ്, തൊലി, വേര് എന്നിവ മരുന്നിനായി ഉപയോഗിക്കുന്നു. കരിനൊച്ചി രണ്ടിനങ്ങളാണുള്ളത്, കരിനൊച്ചിയും വെള്ളനൊച്ചിയും. കരിനൊച്ചിയുടെ ഇലയുടെ അടിവശം വയലറ്റ് കളർന്ന പച്ച നിറമാണുള്ളത്. വെള്ളനൊച്ചിക്ക് വയലറ്റ് കളർ ഉണ്ടായിരിക്കില്ല. ഇനി ഇത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയാം. തൈറോയിഡ്, അപസ്മാരം, തൊണ്ടമുഴ, വായ്പുണ്ണ്, ടോൺസിലൈറ്റിസ്, വൈറൽ ഫീവർ, സന്ധിവേദന, വയറ് ശുദ്ധീകരണം, ആമവാദം, മുട്ടുവേദന, കിഡ്നി സ്റ്റോൺ എന്നിവയ്ക്കെല്ലാം ഈ മരുന്ന് ഉപയോഗിച്ചു വരുന്നതായി ഡോക്ടർമാർ പറയുന്നു. ഇതിൻ്റെ ഇല ഇടിച്ചു പിഴിഞ്ഞെടുത്ത നീര് രാവിലെ സൂര്യോദയത്തിന് മുൻപ് 2 തുള്ളി വീതം നസ്യം ചെയ്യുന്നത് അപസ്മാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. വൈറൽ ഫീവറിന് ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അതിനായി നമുക്ക് കരിനൊച്ചി, തുളസിയില, കുരുമുളക് ഇവ 3ഉം ആവശ്യമാണ്. ഇത് 3ഉം ചതച്ചു കുറുക്കി അരിച്ചെടുത്ത് കഷായമുണ്ടാക്കി കഴിക്കാം. രാവിലെ ആഹാരത്തിന് മുമ്പ് 30 മില്ലി വീതം കഴിക്കാം. വൈകിട്ടും അതുപോലെ തന്നെ. ആഹാരത്തിന് ശേഷം കഴിക്കാൻ പാടുള്ളതല്ല. അടുത്തതായി കിഡ്നി സ്റ്റോൺ മാറ്റാൻ ഇതിൻ്റെ ഇല എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം. അതിനായി നമുക്ക് ആവശ്യമുള്ളത് ഇതിൻ്റെ തളിരിലയാണ്. തളിരില 10 ഗ്രാം വീതം അരയ്ക്കുക. 7 ദിവസം മുതൽ 14 ദിവസം വരെ നമുക്ക് കഴിക്കാം. കിഡ്നി സ്റ്റോൺ പലതരത്തിലുണ്ട്, പല സൈസുകളിൽ. അതിനാൽ ഏതെങ്കിലും ഡോക്ടർമാരുടെ നിർദ്ദേശം നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം മാത്രം ഉപയോഗിക്കുക. അതുപോലെ തന്നെ മനുഷ്യരിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒന്നാണ് ടോൺസിലൈറ്റിസ്. അത് മാറ്റുന്നതിനായി ഈ മരത്തിൻ്റെ വേരും തൊലിയുമാണ് ഉപയോഗിച്ച് വരുന്നത്. ഇവ രണ്ടും ചേർത്ത് കഷായമുണ്ടാക്കി രാവിലെയും വൈകിട്ടും ഗാർഗിൾ ചെയ്യുന്നത് നല്ലതാണ്. അതായത് കവിൾ കൊള്ളുക. അതിനുശേഷം തുപ്പിക്കളയേണ്ടതായിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇല ഇടിച്ചു പിഴിഞ്ഞ നീര് തൊണ്ടയിൽ പുരട്ടുന്നത് നല്ലതാണ്. കൂടാതെ വായ്പുണ്ണിനും ഇതേ രീതി തന്നെ ഉപയോഗിച്ചാൽ മതിയാകും. ഇനി ആമവാദം, അതുപോലെ തന്നെ ബാക്ക് പെയിൻ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. കരിനൊച്ചിയുടെ ഇല ചെറുതായി അരിഞ്ഞ് നാളികേരം ചിരുകിയതും ചേർത്ത് ചട്ടിയിൽ വരട്ടിയെടുക്കുക. അതിനുശേഷം ഒരു കിഴിയുണ്ടാക്കി വേദനയുള്ള ഭാഗത്ത് വയ്ക്കുക. ഇത് ചെയ്യുന്നതിലൂടെ വേദനയ്ക്ക് നല്ല ആശ്വാസം ഉണ്ടാകുന്നതാണ്. ജോയിൻറ്റുകൾക്കുണ്ടാകുന്ന വേദന, അതുപോലെ തന്നെ മുട്ടുവേദന ഇവയ്ക്കെല്ലാം കരിനൊച്ചിയുടെ ഇല വളരെ ഉപകാരപ്രദമാണ്. ഇതിൻ്റെ ഇല നന്നായി അരച്ച് വേദനയുള്ള ഭാഗത്ത് ഒരു 10 മണിക്കൂറെങ്കിലും കെട്ടിവെക്കുക. അതിലൂടെ വേദനയ്ക്ക് മാറ്റമുണ്ടാകുന്നതാണ്. കൂടാതെ കരിനൊച്ചിയുടെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുന്നത് ശരീരവേദന മാറാൻ സഹായിക്കുന്നു. ഇതൊക്കെയാണ് കരിനൊച്ചിയുടെ ഔഷധ ഗുണങ്ങൾ. ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തിനനുസരിച്ച് മാത്രമേ നിങ്ങളിത് ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം ഓരോ മനുഷ്യരും വ്യത്യസ്തമായ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ്. അവർക്ക് കരിനൊച്ചി ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് പറയാൻ സാധിക്കില്ല. ആയുർവേദ വൈദ്യപ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. കാലം ഒരുപാട് മാറിയിരിക്കുന്നു, പുതിയ രോഗങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരിക്കൽ കൂടെ പറയുന്നു, ഡോക്ടറിൻ്റെ നിർദ്ദേശമനുസരിച്ച് മാത്രം ചികിത്സ നേടുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുകൊണ്ട് മറക്കാതെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.